അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹസരണമായ ശുഭദായകരമായ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ സന്നിഹിതരായ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി മിത്രങ്ങളെ, പ്രൗഢഗംഭീരമായ ഈ സദസ്സിൽ വിജ്ഞാനവും ചിന്തയും ലോകത്തോടൊപ്പം സഞ്ചരിക്കാമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിജ്ഞാനവും ചിന്തയും ലോകത്തോടൊപ്പം സഞ്ചരിക്കാമെന്നുള്ളത് ഒരേ സമയം പ്രചോദനവും വെല്ലുവിളിയും നേരിടുന്ന ഒരു വിഷയമാണ്. നാം ഇന്ന് ജീവിക്കുന്നത് അതിവേഗം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. ഒരു കാലത്ത് അനിയന്ത്രിതമായി തോന്നിയ അറിവുകൾ പോലും ഇന്ന് വിരിയുന്ന വേരുകളായി നമ്മുടെ ചുറ്റുപാടിലും പടർന്നു കിടക്കുന്നുണ്ട്. വിജ്ഞാനത്തിനും ചിന്തിക്കുന്നതിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുള്ളതും നമ്മുടെ ഇസ്ലാം മതം തന്നെയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ. വിജ്ഞാനവും ചിന്തയും കൂടിച്ചേർന്നാണ് മനുഷ്യനെ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത്. ആ കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തിൻ്റെ വളർച്ചയെ നിശ്ചയിക്കുന്നത്. തോമസ് അൽവ എഡിസൺ കണ്ടുപിടിച്ച ബൾബും അലക്സാണ്ടർ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ച ടെലിഫോണും ഗലീലിയോ ഗലീലി കണ്ടുപിടിച്ച ടെലിസ്കോപ്പും ഒക്കെ തന്നെയും മനുഷ്യൻ്റെ വിജ്ഞാനവും ചിന്തയും ഇടകലർന്നിട്ടുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. തീർച്ചയായും വിജ്ഞാനവും ചിന്തയും വ്യക്തികളെയും സ്റ്റേറ്റുകളെയും രൂപപ്പെടുത്തുമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. വിജ്ഞാനം പകർന്നു നൽകുന്ന ക്ലാസ് റൂം ചുമരുകൾക്കപ്പുറം സാമൂഹിക പുരോഗതിയും ഉൾക്കൊള്ളലും അഭിലഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ആഗോള വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് വെപ്പൺ ടു ചേഞ്ച് അവർ വേൾഡ് എന്ന് നെൽസൺ മണ്ടേല പറയുന്നത് പോലെ കണ്ണാടി ചില്ലുകളെ ജനവാതിലുകളാക്കി മാറ്റുന്നതാണ് വിജ്ഞാനത്തിൻ്റെ താല്പര്യമെന്ന സിന്നി ജഹാരിസന്റെ വാക്കുകൾ സ്വയം പ്രതിബിംബമാവുന്നിടത്ത് നിന്ന് ലോകത്തേക്ക് തുറക്കുന്ന ആശയമാണ് കനിഞ്ഞു നൽകുന്നത്. നമ്മുടെ ലോകം ഇന്ന് പഴയതിലേക്ക് ഒരിക്കലും മടങ്ങാത്തത്രയും രീതിയിൽ കുതിച്ചു പോയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളും ജ്ഞാനവാന്മാരായിരിക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. കാരണം വെറുതെ ലോകം കുതിച്ചു പോകുമ്പോൾ പിറകിൽ നിൽക്കാതെ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കാനും പുതിയ പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താനും നമ്മൾ തന്നെ തയ്യാറാവേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വിജ്ഞാനത്തിൻ്റെയും ചിന്തയുടെയും മൂല്യനിഷ്ഠതകൾ കൂടി പരിശോധിച്ച് നോക്കാം. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഗുണപരമായ എല്ലാ മാറ്റവും പുരോഗതിയും നേരിൽ കണ്ട് വ്യവസ്ഥിതികളെയും മൂല്യങ്ങളെയും ചോദ്യം ചെയ്യാനും ബദലുകൾ മുമ്പോട്ട് വെക്കാനുമുള്ള ദൈശനിക ശക്തി നൽകുന്നത് വിജ്ഞാനവും ചിന്തയുമാണ്. ക്രിയാത്മക വിമർശനങ്ങളിലൂടെയും സർഗാത്മക സംവാദങ്ങളിലൂടെയും സാമൂഹിക പരിഷ്കരണത്തിനുള്ള വഴി വിജ്ഞാനമണ്ഡലം തുറന്നിടുന്നു. സാമൂഹികവും സാമുദായികവുമായ വിടവുകൾ ഇല്ലാതാക്കി സമത്വബോധം വളർത്തിയെടുക്കുന്നതിൽ വിജ്ഞാനം വലിയ പങ്ക് വഹിക്കുന്നു. വിജ്ഞാനം എന്നത് വെറും ഒരു സാങ്കേതിക പുരോഗതിയല്ല, അതൊരു ദാർശനിക യാത്രയും ആന്തരിക വളർച്ചയുമാണ്. ചിന്തിക്കാത്ത ഒരു സമൂഹത്തിന് ആ സമൂഹത്തിലെ ജ്ഞാനസമ്പത്തിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിലെ എല്ലാ മനുഷ്യരും വ്യത്യസ്തങ്ങളായ അറിവുകൾ നേടാനും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യാനും തുടങ്ങിയത്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ എഡ്യൂക്കേഷൻ പേസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വാക്കുകൾ ഇതിനെത്രയോ വലിയ ഉദാഹരണങ്ങളാണ്. ദാരിദ്ര്യം, മനുഷ്യാവകാശങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി മനുഷ്യൻ ആഗോളതലത്തിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കാനുള്ള പോംവഴി വിജ്ഞാനവും ചിന്തയുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ മിലൻ കുന്ദര പറഞ്ഞൊരു കഥയുണ്ട്. അധിനിവേശ കാലത്ത് രാജ്യം വിട്ടോടേണ്ടി വന്ന ഒരു ചെക്കോസ്ലോവേക്യൻ പൗരൻ്റെ കഥ. അദ്ദേഹം അതിർത്തിയിലെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡെപ്രിഗേഷൻ ഓഫീസർമാർ ഒരു ഗ്ലോബ് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന്. ഒരു രാജ്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ മറുപടി മറ്റൊരു ഗ്ലോബിൻ്റെ ആവശ്യകതയെ ഉന്നയിച്ചുകൊണ്ടാണ്. തീർച്ചയായും വിജ്ഞാനവും ചിന്തയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അലക്ഷ്യവസ്ഥ തന്നെയാണ്. ഇമാം അൽ ഗസാലി പറയുന്നു, അൽ ഇൽമു ബിദൂനി തഫക്കരു ഹമൂദ് വതഫക്കരു ഹമൂദ് ഇൽമില്ല. വിജ്ഞാനമില്ലാത്ത ചിന്ത മരവിച്ചതാണ്, ചിന്തിക്കാതെയുള്ള വിജ്ഞാനം വഞ്ചനയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സാമൂഹികവും ആത്മീകവുമായ വിജ്ഞാനത്തിൻ്റെയും ചിന്തയുടെയും മഹത്വത്തെ വെളിപ്പെടുത്തുന്ന, എന്നും ജീവിക്കുന്നത് പോലെ പഠിക്കുകയും നാളെ മരിക്കുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുക എന്ന മഹത്വചനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.